എൻ്റെ പേര് നൂർജഹാൻ. ഞാൻ പ്രൊപ്പൈസിലെ യു ജി പ്ലസിൽ പൊളിറ്റിക്കൽ സയൻസ് ഫാക്കൽറ്റിയാണ്. അപ്പം ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. ശേഷം പിന്നീട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു 1 ഇയർ ICSSRന്റെ, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഒരു മേജർ റിസർച്ച് പ്രോജക്റ്റിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്സ് ഓഫ് ഫാമിലി എന്ന് പറയുന്ന ഒരു വിഷയത്തിലായിരുന്നു ആ ഒരു റിസർച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആയിരുന്നു. അപ്പൊ ആ ഒരു 1 ഇയർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒന്ന് സബ്ജക്റ്റിനെ, ഡിസിപ്ലിനെ മനസ്സിലാക്കാൻ സാധിച്ചു, റിസർച്ചിനെ മനസ്സിലാക്കാൻ സാധിച്ചു, അതുപോലെ തന്നെ ഡിഫറെന്റ് ബുക്സുകളൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. അതിലുപരിയായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഡിഫറെന്റ് പീപ്പിൾസിനെ പരിചയപ്പെടാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പല മേഖലയിലുള്ള സ്ത്രീകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 1 ഇയർ എന്ന് പറയുന്നത്, ആ റിസർച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 1 ഇയർ. ശേഷം പേരാമ്പ്ര CKG മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലും പൊളിറ്റിക്കൽ സയൻസിന്റെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ 10th കഴിഞ്ഞ സമയത്ത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പം +1 +2 ഹ്യൂമാനിറ്റീസ് എടുത്തു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റും കൂടെ ആയിരുന്നു ഞാൻ. അപ്പൊ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റും കൂടെ ആയിരുന്നു ഞാൻ. അപ്പം പക്ഷെ എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞ സമയത്ത് പൊളിറ്റിക്കൽ സയൻസ് നാട്ടിൽ നോക്കുമ്പോൾ മലപ്പുറമായിരുന്നു, എൻ്റെ പരപ്പനങ്ങാടിയാണ് എൻ്റെ വീട്. അപ്പം അവിടെ അടുത്തൊന്നും കോളേജുകളിൽ പൊളിറ്റിക്കൽ സയൻസ് ഇല്ല. അപ്പം പ്രൈവറ്റ് കോളേജുകളുണ്ട്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളൊന്നും പൊളിറ്റിക്കൽ സയൻസ് മെയിൻ ആയിട്ടില്ല, സബ് ആയിട്ടുണ്ട്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കൂ എന്നുള്ളൊരു വാശിയായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. അപ്പം പക്ഷെ അവിടെ വെച്ചാണ് ഞാൻ JNUവിനെ കുറിച്ച് അറിയുന്നതും JNU എൻട്രൻസ് എഴുതുന്നതും JNUവിൽ അഡ്മിഷൻ കിട്ടുന്നതൊക്കെ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ഇൻട്രോവേർട്ട് ആയിട്ട് അങ്ങനെ നിന്നിരുന്നത് ഞാൻ പിന്നീട് JNU എൻട്രൻസ് എഴുതാൻ പറ്റി, അവിടെ എത്താൻ പറ്റി. അപ്പൊ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ JNU കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഡിഗ്രി കഴിഞ്ഞ സമയത്ത് നിങ്ങളെ പോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകാൻ വേണ്ടിയിട്ട് അന്ന് ഹൈദരാബാദിന്റെയും JNUവിന്റെ എൻട്രൻസ് ആണ് ആയിരുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയപ്പോൾ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പല കൾച്ചറിൽ നിന്നുള്ള ആളുകള്, വലിയ ക്യാമ്പസ്, അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടതിന് അപ്പുറത്തേക്കുള്ളൊരു ഡിഫറെന്റ് കൾച്ചറൽ ഇതിലാണെങ്കിലും ക്യാമ്പസ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് JNU അഡ്മിഷൻ കിട്ടിയപ്പോൾ JNUവിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പം JNUവിൽ എത്തിയപ്പോഴും അതെ, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഡിസിപ്ലിന്റെ ആ ഒരു അല്ലെങ്കിൽ അക്കാഡമിക്സിന്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയാം മനസ്സിലാക്കിയത് JNUവിൽ വെച്ചാണ്. അപ്പം ഡിഫറെന്റ് പ്ലേസുകളിൽ നിന്നുള്ള ആളുകളെ, ഫ്രണ്ട്സുകള്, അതുപോലെ തന്നെ സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഇത്രയും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് അവിടെ വെച്ചാണ്. ഡിഫറെന്റ് പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതും, വായിക്കാൻ എങ്ങനെ ഒരു പുസ്തകം വായിക്കണം എന്ന് പരിചയപ്പെടുന്നതും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിസിപ്ലിനെ കാണേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അവിടെ വെച്ചാണ്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സിലബസുകൾ പഠിക്കുന്നു, കുറച്ചെന്തോ എവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വായിക്കുന്നു, പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കുന്നു എന്നല്ലാതെ അതിനോട് നമുക്ക് എൻഗേജ് ചെയ്യാൻ ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ JNUവിലേക്ക് എത്തിയപ്പോഴേക്കിനാണ് എങ്ങനെയാണ് ഇതിനെ വായിക്കേണ്ടതെന്നും ഒരു പുസ്തകത്തെ വായിക്കേണ്ടതെന്നും സബ്ജക്റ്റിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും അതിലെങ്ങനെ എൻഗേജ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഒരു വാസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് അത്രത്തോളം സഞ്ചരിക്കാൻ സ്പേസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. പ്രത്യേകിച്ചും JNUവിലേക്ക് എത്തിയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ തോട്ട്, പൊളിറ്റിക്കൽ ഫിലോസഫി എന്നൊക്കെ പറയുന്ന ഏരിയാസ് നമ്മൾ ഈ ഒറിജിനൽ ടെക്സ്റ്റുകൾ വായിക്കുന്നതും അതിലൂടെ കിട്ടുന്ന ആ ഒരു നമ്മുടെ റീഡിങ് സ്കില്ലായിക്കോട്ടെ, റൈറ്റിംഗ് സ്കില്ലായിക്കോട്ടെ, ഇതൊക്കെ വളരുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് സബ്ജക്റ്റിനോടുള്ള ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ വീണ്ടും കൂട്ടുകയാണ് ചെയ്തത്. പലപ്പോഴും പൊളിറ്റിക്കൽ സയൻസ് അതല്ലെങ്കിൽ നമ്മൾ ഈ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് വളരെ മോശം സബ്ജക്റ്റ് ആയിട്ട് കാണാറുണ്ട്. ഇപ്പൊ അത് കുറെ മാറി ഒരു പുതിയ ട്രെൻഡ്, പ്രത്യേകിച്ചും സിവിൽ സർവീസിന്റെ ഒക്കെ ഒരു ഇത് വന്നതോടുകൂടി പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ
സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ JNU ഒക്കെ ആണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് അത്രയും ഡിമാൻഡ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. പലപ്പോഴും 100% മാർക്കുള്ള കുട്ടികളൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ അഡ്മിഷൻ എടുത്തിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്, അത്രത്തോളം എന്താ പറയാ, നമുക്കൊരു എൻഗേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്ട്, നമുക്ക് ലൈവ്ലി ആയിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്ട്, നമുക്കൊരു സ്പേസ് തരുന്ന ഒരു സബ്ജക്ട് ആണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ. കാരണം നമ്മളെ ലൈഫിന്റെ ഈച്ച് ആൻഡ് എവറി കോർണറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ ഫാമിലി, ഇപ്പൊ നമ്മൾ നേരത്തെ പൊളിറ്റിക്സ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞ പോലെ ഫാമിലിയുടെ പൊളിറ്റിക്സ്, നമ്മുടെ വസ്ത്രധാരണത്തിന്റെ പൊളിറ്റിക്സ്, നമ്മുടെ ഭക്ഷണത്തിന്റെ പൊളിറ്റിക്സ്, എല്ലാത്തിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന, നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ ലൊക്കാലിറ്റി, നമ്മുടെ കൾച്ചർ, എല്ലാത്തിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ. അപ്പം ആ ഒരു സബ്ജക്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊരു സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചോയ്സ് ആണ് അല്ലെ, നമ്മുടെ താല്പര്യമാണ് ആ ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും പലരും എന്താണ് ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ എന്താണ് സ്കോപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എല്ലാ സബ്ജക്റ്റിനും എന്താണ് അതിൻ്റെതായ സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും സയൻസ്, കെമിസ്ട്രി, ബയോളജി, ഏത് സബ്ജക്ട് ആണെങ്കിലും അതിൻ്റെതായ സ്കോപ്പ് ഉണ്ട്. അപ്പൊ എല്ലാ സബ്ജക്റ്റിന്റെയും ബേസിക് സ്കോപ്പ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ബേസിക്സ്, എല്ലാ സബ്ജക്റ്റിന്റെ ഒരു സ്കോപ്പ് തന്നെയാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മളൊരു സബ്ജക്ട് എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ടീച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ സിവിൽ സർവീസ് നമ്മളൊരു മേഖലയായിട്ട് പറയാറുണ്ട്. അത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് മാത്രമല്ല, ഏത് സബ്ജക്ട് എടുത്താലും സിവിൽ സർവീസ് എഴുതാം, PSC എക്സാമുകൾ നമുക്ക് എഴുതാം. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ജനറൽ, നമ്മുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുമ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് നമ്മുടെ റിസർച്ച് മേഖലകൾ. നമുക്ക് ഒരുപാട് റിസർച്ച് മേഖലകൾ നമുക്ക് അതുപോലെ തന്നെ സെൽഫായിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മേഖല പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഡിസിപ്ലിനുണ്ട്. അപ്പൊ ഏത് ഡിസിപ്ലിനിലും പ്രധാനമായും അതിന്റെ സ്കോപ്പ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കുള്ള സ്കില്ലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർഫോമൻസ് ആണ്. അത് നമ്മളൊരു സബ്ജക്റ്റിനെ അതിന്റെ ലേണിംഗിൽ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിസിപ്ലിനിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പം ഒരേ സമയം സബ്ജക്റ്റിന് അതിന്റെ എക്സ്പെർട്ടൈസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ സ്കില്ല് വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മളെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യും തോറും സൊസൈറ്റി നമ്മൾ അപ്ഡേറ്റഡ് ആയി മാറുക എന്നുള്ളതാണ്. ആ സബ്ജക്റ്റിനോടും സൊസൈറ്റിയിലെ കാര്യങ്ങളോട് അപ്ഡേറ്റഡ് ആയി മാറുക, സ്കില്ല് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ എടുത്ത സബ്ജക്റ്റുകൾ തന്നെ, ചില ആളുകൾ നമ്മൾ എടുത്ത സബ്ജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി എന്ന് പറയാൻ കിട്ടാൻ ഒരുപക്ഷെ ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരാം. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ നടക്കണമെന്നില്ല. ഇപ്പം ചില ആളുകൾ നമുക്കറിയാം, ഇപ്പം ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചിട്ട് പല എന്താണ് ഓഫീസ് മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് സ്കോപ്പ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്കില്ലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ സ്കില്ല്, നമ്മുടെ പെർഫോമൻസ് ആണ് ഓരോന്നിനോടും. അപ്പൊ നമുക്ക് താല്പര്യം, നമ്മളൊരു സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മള് ചില ആളുകൾ കരിയർ ഉദ്ദേശിച്ചിട്ടായിരിക്കും സബ്ജക്ട് സെലക്ട് ചെയ്യുന്നത്. ഇന്ന കരിയർ പോകണം, സിവിൽ സർവീസ് നേടണം, അല്ലെങ്കിൽ പ്രൊഫസർ ആവണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയായിരിക്കാം ചില ആളുകൾ സബ്ജക്ട് എടുക്കുന്നത് അല്ലെ. മറ്റു ചിലരെന്ന് പറയുന്നത്, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റിനെ ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ പഠനം എന്ന് പറയുന്നത് പലപ്പോഴും കരിയർ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ ആ ഒരു കരിയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചത് കുറെ കാലം ചിലപ്പോൾ നമുക്ക് നിൽക്കേണ്ടി വരും ആ ഒരു വിചാരിച്ച ജോലി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ജോലി കിട്ടണം എന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സബ്ജക്റ്റിനെ പഠിക്കുക എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിനോടുള്ള ഒരു ആത്മബന്ധം പുലർത്തുക എന്നുള്ളതാണ്. അപ്പം അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. അത് ഇപ്പോൾ പ്രധാനമായിട്ടും ഫോർ എക്സാമ്പിൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ പറയണേ, എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കൽ തോട്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ അതില് പലപ്പോഴും കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക, കൂടുതലായിട്ട് വായിക്കുക, കൂടുതലായിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യുക. അതില് നമ്മളെ പുതിയ പുതിയ തിയറീസിനെ പഠിക്കുക, നമ്മുടേതായ അപ്ലിക്കേഷൻസ് നടത്താൻ ശ്രമിക്കുക. അപ്പൊ അത്തരത്തിൽ നമുക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മേഖല പൊളിറ്റിക്കൽ സയൻസിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ റൈറ്റിങ്സ്, നമുക്ക് നമ്മുടേതായ ആർട്ടിക്കിൾസും നമ്മുടേതായ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റിനോടൊരു ആത്മബന്ധം പുലർത്തുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആ സബ്ജക്റ്റുമായിട്ട് സഞ്ചരിക്കുമ്പോഴാണ്.
അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു CUT ഒക്കെ നിങ്ങൾ എഴുതുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ പറയുന്നത് ഇപ്പൊ പുറത്ത് പോയി പഠിക്കാന്ന് പറയുമ്പോൾ സബ്ജക്റ്റിനെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അത് നിങ്ങൾക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സബ്ജക്റ്റില് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഏരിയ കണ്ടെത്താനും ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ചെയ്യപ്പെടാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഒരു സിലബസ് എന്നതിനപ്പുറത്തെ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡീസിന് അപ്പുറത്തേക്ക് നമുക്ക് ഒരു നമ്മളും അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ആ സബ്ജക്റ്റിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ കുറേ കൂടെ ലൈവ്ലി ആയിരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പം പല സമയങ്ങളിലും നമ്മൾ ഈ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ പലവരും പറയാൻ ഭയങ്കര ബോറിംഗ് അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇൻഡിവിജ്വലി ആണെങ്കിലും സൊസൈറ്റിയിലി ആണെങ്കിലും നമ്മൾ അന്വേഷിക്കുന്ന കുറെ മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫ്, പൊളിറ്റിക്കൽ ലൈഫ്, എല്ലാത്തിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പവർ റിലേഷൻഷിപ്പുകൾ, അതിന്റെ പൊളിറ്റിക്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്റെ അതിന്റെ പൊളിറ്റിക്സ്, പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ അതിന്റെ ആ ഒരു പവർ സ്ട്രക്ചർ, സൊസൈറ്റി ഇറ്റ് സെൽഫ്. അപ്പം ഇതിനെല്ലാം സൊസൈറ്റിനെ ടോട്ടാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പം നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ താല്പര്യത്തോടെ എടുക്കുകയാണെങ്കിൽ ആ സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ സബ്ജക്റ്റുമായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും ഇൻസെപ്പറബിൾ ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യും. നമുക്കൊരു ഇന്റലക്ച്വൽ എക്സസൈസും കൂടിയാണ് ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു ഇന്റലക്ച്വൽ ഒരു എക്സസൈസും കൂടിയാണ്. നമുക്ക് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ പൊളിറ്റിക്കൽ സയൻസിലുണ്ട്. എല്ലാ മേഖലയിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് പൊളിറ്റിക്കൽ സയൻസിലുണ്ട്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്താ പറയാ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ സ്കില്ല് വർദ്ധിപ്പിക്കുക, നമ്മുടെ ഒരു പെർഫോമൻസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയാ നമ്മുടെ ഇപ്പം റിസർച്ച് മേഖലകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഒരുപാട് വർക്കുകൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ പെർഫോമൻസും നമ്മുടെ സ്കില്ലും അനുസരിച്ചാണ് നമുക്ക് ജോബ് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സ്കോപ്പ് അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അത് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു എൻഗേജ്മെന്റ് സബ്ജക്റ്റിൽ നടത്തുക, സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ചെയ്യപ്പെടുക, അതോടൊപ്പം തന്നെ ടെക്നോളജിക്കൽ നോളജുകൾ വർദ്ധിപ്പിക്കുക. കാരണം ഈ ടെക്നോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും നോളജൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ലോകം ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ഉണ്ടാവുക, സബ്ജക്റ്റിലും സൊസൈറ്റിയിലും ടെക്നോളജിയിലും എല്ലാ സെൻസിലുള്ള ഒരു അപ്ഡേഷനും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം പഠനം എന്ന് പറയുന്നത് വളരെ ലൈവ്ലി ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ വായിക്കുക, കൂടുതലായി ചിന്തിക്കുക. വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക, എന്നാൽ മാത്രമാണ് നമുക്ക് എഴുതാൻ സാധിക്കുക. അപ്പൊ നമ്മള് ഈ ഒരു റീഡിങ്ങിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, തിരിച്ച് നമ്മുടെ ഡിസിപ്ലിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് ഓരോ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മുടെ എൻഗേജ്മെന്റ് നമുക്ക് തെളിയിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു വാസ്റ്റ് മേഖല എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച്, അതിനനുസരിച്ചുള്ള ഇന്റേൺഷിപ്പുകൾ, അത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഡാറ്റ അനാലിസിസ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇതിൽ സ്കോപ്പുകളുണ്ട്. അപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡാറ്റ അനാലിസിസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊ ഇതൊക്കെ നമുക്ക് ആ ജോലി കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലാണ്, നമ്മുടെ പെർഫോമൻസ് ആണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണോ ആ മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അത് കണ്ടിന്യൂസ്ലി എൻഗേജ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ്ലി അതോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ആ ഒരു സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വളരെ എന്താ പറയാ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും, വളരെ ലൈവ്ലി ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. ഒരു കണ്ടിന്യൂസ് എൻഗേജ്മെന്റ് നമുക്ക് നടത്താൻ സാധിക്കും ആ സബ്ജക്റ്റിൽ എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതാണ്. അപ്പൊ സ്കോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് ഒരു സബ്ജക്ട് പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ പറ്റിയെന്നുള്ളത്. അതിൽ വലിയൊരു പങ്ക് JNU ഉണ്ട്. കാരണം നമ്മൾ അവിടെ പോയപ്പോഴാണ് ഇതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബ്യൂട്ടി, അക്കാഡമിക്സിന്റെ ബ്യൂട്ടി മനസ്സിലാക്കുന്നത്, വായനയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഇത്രയും അതുപോലെ തന്നെ എങ്ങനെ എൻഗേജ് ചെയ്യണം, എങ്ങനെ ഒരു പുസ്തകം വായിക്കണം, എങ്ങനെ അതുമായിട്ട് ക്രിട്ടിക്കലി അതിനെ അനലൈസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് JNU നിന്നാണ്. അപ്പൊ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു JNU എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഈ CUT എക്സാമിലൂടെ നല്ല നല്ല യൂണിവേഴ്സിറ്റികളിലെത്തി നിങ്ങൾക്കും നല്ല നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.